റമദാനിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ ആ ഒരു ഒരുക്കമാണ് ഇതൊക്കെയുള്ളത്. നനച്ചുകുളി എന്നൊക്കെ പറയും മലപ്പുറം ഭാഗത്ത് നനച്ചുകുളി എന്നൊക്കെ പറയും. നോമ്പിൻ്റെ തൊട്ട് മുമ്പ് എല്ലാം വൃത്തിയാക്കും, ബാഹ്യമായ രൂപത്തിലുള്ള എല്ലാം വൃത്തിയാക്കും എന്ന് പറഞ്ഞാൽ വീട്, പരിസരം, ചിലന്തി വലകള്, ബാത്റൂം, അങ്ങനെ ബാത്റൂമിൻ്റെ അടുക്ക മൊത്തം ചുമര് എല്ലാം വൃത്തിയാക്കി നിസ്കാര കുപ്പായം, തലയിണയുടെ കവറ്, ബെഡ്ഷീറ്റ്, പുതപ്പ് എല്ലാ സാധനം അലക്കി മൊത്തം റെഡിയാക്കി. ഇതിനാണ് നനച്ചുകുളി എന്ന് പറയുന്നത്. ഇത് റമദാനിനോടുള്ള ഒരു ബാഹ്യമായ ഒരുക്കമാണ്. ഗൾഫിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സമയം ഇപ്പം സോഫ, ഫർഷകള്, നല്ല ഫർഷകള്, ബെഡ്ഷീറ്റുകള്, അതുപോലെ പാത്രം, കുടുക്ക, ചെമ്പ്, ഗ്ലാസ്, എല്ലാ സാധനം അഥവാത്തും മനസ്സിയ വീട്ടുപകരണങ്ങൾ മുഴുവനും അറബികളാകുന്ന ആളുകൾ മാറ്റുന്ന സമയമാണ് ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ പണത്തിനനുസരിച്ച് അതൊക്കെ മാറ്റും. പലപ്പോഴും അറബികൾ പിന്നെ വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഇട്ട ചിലപ്പോൾ സോഫയൊക്കെ നമ്മളെ മലയാളികൾ മെല്ലെ എടുത്ത് കൊണ്ടുവരും. കാരണം ഇവിടെ നമ്മളെ കടവത്തൂരുള്ള ആളുണ്ടോ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ നാട്ടുകാർ ആരെങ്കിലും ഉണ്ടോ നോക്കിയാൽ ആരും ഇല്ലാന്നുണ്ട വേഗം 10 റിയാലിനൊരു ദബ്ബാബ് ഗുഡ്സ് വിളിച്ചാൽ വേഗം കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. ഇന്നാളൊരു ഉമ്മ പിന്നെ ഉംറക്ക് വന്നപ്പോൾ ജിദ്ദയിലേക്ക് പിന്നെ മോൻ്റെ റൂമിലേക്ക് വന്ന് നല്ല സന്തോഷത്തിൽ കൊടുന്ന ചെന്നപ്പം വലിയ ഒരു ഐക്കെട്ടിലും നല്ല സോഫയൊക്കെ ഇങ്ങനെ കിടന്ന കണ്ടപ്പം ഇവൻ്റെ ഉമ്മങ്ങിട്ട് ചൂട് കയറി. ഈ ഇത്രയും വലിയ കട്ടിലും ഇവിടെ വല്ല രാജകീയമായൊരു ജീവിച്ചാൽ ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങി എനിക്ക് എങ്ങനെ വീടുണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞ് ഉമ്മ ചൂടായപ്പോൾ ഇവൻ പറഞ്ഞു, ഉമ്മ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയല്ലോ, അതൊക്കെ അറബിയാളോ ഒഴിവാക്കിയത് ഞാൻ കൊടുത്താൽ അറബിയാക്ക് പിരാൻ തെറ്റല്ലത് ഒഴിവാക്കാം, ഇഞ്ഞോട് കളവ് പറഞ്ഞ ആനക്കച്ചറ. അപ്പം എന്താ സത്യത്തിൽ യഥാർത്ഥത്തിൽ പഴയ കാലത്തും ഇപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ പള്ളികളിൽ വരെ നമ്മുടെ കാർപ്പറ്റുകളൊക്കെ ഗൾഫിലെ പള്ളികളിൽ നിന്ന് ഒഴിവാക്കുമ്പം അത് വലിയ ലാൻഡ്രിയിൽ കൊണ്ടുപോകും, വലിയ മഹ്സലയിൽ കൊണ്ടുപോയി അങ്ങനെ മോണിറ്റർ ഉഷാറാക്കി അങ്ങനെ അത് കൊണ്ടുപോയി അലക്കിയാണ് കൊണ്ടുപോരാറുള്ളത്. ഇങ്ങനെയുള്ള ഒരു സമയമുണ്ടായിരുന്നു. അപ്പം ഇത് റമദാനിന്റെ ഒരു മുന്നൊരുക്കമാണ്. അപ്പൊ അങ്ങനെയാണ്. പെരുന്നാളാകുമ്പോഴോ അഥവാ തുസീനാത്ത്, നല്ല ഭംഗിയാക്കുന്ന കാര്യങ്ങൾ, ബൾബ്, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജൊക്കെ കേടൊന്നിട്ടില്ലെങ്കിലും ഒരു ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ വന്നാലും പൈസക്കനുസരിച്ചൊക്കെ മാറ്റും. ഡിഷ് വാഷ്, പാത്രം കഴുകാനുള്ള മെഷീൻ, ഇങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും മാറ്റുന്ന സമയമാണ് അന്നേരം. എന്നാൽ അതൊക്കെ പണത്തിനനുസരിച്ച് കൊണ്ടൊക്കെ ചെയ്യും. ഇതൊക്കെ റമദാനിനോടുള്ള ഒരു മുന്നൊരുക്കമാണ്. നമ്മുടെ നാടുകളിലും ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ ആ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, അങ്ങനെ പരിപാടി ഇല്ലേ? കുളിച്ചാലൊന്നും ഉണ്ട്. അതെ, സാധാരണ കുളി തന്നെ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ജില്ലാ നേതാവ് പറയണത്. ആ കുളിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളൊന്ന് ഒരു കുളി കൂടി കുളിച്ചാണ് ആ കുളി ഞാൻ പറഞ്ഞത്. അതിനാണ് നനച്ചുകുളി എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ റമദാനിനോടുള്ള ഒരു ഒരുക്കം ഇത് പഴയ കാലങ്ങളിലേ ഉണ്ട്. പഴയ കാലത്ത് ഈ പാറോത്തിൻ്റെ ഇല എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയാലോ? അറിയാം. ഈ പാറോത്തിൻ്റെ ഇല ഇട്ടുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ എല്ലാ ബെഞ്ചും ഡെസ്കും വാതിലൊക്കെ ഇട്ട് കഴുകും പെരുന്നാളാവും. ഇപ്പം പിന്നെ പോളിഷ് ചെയ്തതായതുകൊണ്ട് പാറോത്തിനിടാൻ പോയാൽ 3 തലാക്ക് എപ്പോൾ ചൊല്ലിന്ന് കൂട്ടിയാൽ മതി. കാരണം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ഒരേ കാലം. അപ്പം അതുകൊണ്ട് പഴയ കാലങ്ങളിൽ ആ രൂപത്തിലൊക്കെ റമദാനിനെ സ്വീകരിച്ചു. ഇത് ബാഹ്യമായ രൂപത്തിലുള്ള ഒരുക്കമാണ്. ആന്തരികമായ ഒരുക്കമുണ്ട്. ആന്തരികമായ ഒരുക്കം എങ്ങനെയാണ്? നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, ജ്യേഷ്ഠൻ അനുജനോട് ഒക്കെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നാവുക. സാമ്പത്തികമായി വല്ല ഇടപാടുമുണ്ടെങ്കിൽ ആ ഇടപാടുകളൊക്കെ നമ്മൾ തീർക്കുക, ഇല്ലെങ്കിൽ ഒരു പറഞ്ഞ കടക്കൊന്ന് പുതുക്കുക. ഇതാണ് നമ്മൾ ആന്തരികമായ ഒരുക്കം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ 2 ഒരുക്കവും നമുക്ക് നിർബന്ധമാണ്. ഇങ്ങനെ ഒരുങ്ങി 2 മാസം അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമ്മളിലേക്ക് എത്തുന്ന ഒന്നാണ് റമദാൻ എന്ന് പറയുന്ന ഒന്ന്. ആ റമദാനിൽ നമ്മൾ എന്ത് ചെയ്യും? നന്നായി ദുആ ചെയ്യും. റമദാൻ എത്താൻ വരുന്ന പിന്നെ ദ്വാരക്കുമ്പോൾ പടച്ചവനെ തൗഫീക്ക് കൊണ്ടാ ലിസ്സിയാം, നോമ്പ് നോൽക്കാൻ, വൽ ഖിയാം, തറാവീഹ് നിസ്കരിക്കാൻ, വ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ, മറ്റു അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകണമേ.
ഈ തൗഫീഖ് നമുക്ക് ലഭിക്കുമ്പോഴാണ് എല്ലാത്തിനും കഴിയുകയുള്ളൂ. അപ്പൊ അൽഹംദുലില്ലാഹ് ഏറ്റവും കൂടുതൽ ധർമ്മങ്ങൾ ചെയ്യുന്നത് ഒക്കെ റമദാനിലേക്കാരും. കാരണം റമദാനിൽ ഇരട്ടി കൂലിയാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ, അറബികൾ ഏറ്റവും കൂടുതൽ ഇഫ്താറുകൾ കൊടുക്കും. ഈത്തപ്പഴം ഇപ്പൊ തന്നെ എത്താൻ തുടങ്ങി. ഇപ്പൊ തന്നെ അറബികളുടെ ഈത്തപ്പഴം, എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ പോകുന്നതിന് 3 പെട്ടി ഈത്തപ്പഴം കൊടുത്തു. അപ്പൊ ആരാന്ന് ചോദിച്ചപ്പോൾ ഗൾഫിൽ നിന്ന് ഒരാൾ അറബി കൊടുത്തതാണ്. അദ്ദേഹത്തിന്റെ വകയായി അതെൻ്റെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരൊക്കെ ഈത്തപ്പഴം കൊടുക്കുന്നു, അവര് അതുപോലെ ഫ്രൂട്ട്സുകൾ കൊടുക്കുന്നു, ഫീസബീലായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. നോമ്പ് തുറക്കാൻ വേണ്ടി തിരക്കാണ് പള്ളികളിൽ. നമ്മളെ പോലെയല്ല, നമ്മൾ പള്ളിൻ്റെ അവിടെ ഹൗദിൻ്റെ അവിടെ എഴുതി തൂക്കണം. 1ാമത്തെ നോമ്പിന് മുഹമ്മദ്, 2ാമത്തെ നോമ്പിന് ആളായിട്ടില്ല, 3ാമത്തേന് പോക്കരി, ഇങ്ങനെ എഴുതി തൂക്കണം. അവരിതിന് തല്ലാണ്. കാരണം എന്താണ്? ഒരു നോമ്പുകാരന് ഭക്ഷണം കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും അൽഹംദുലില്ലാഹ് കൂലിയുള്ളതും അതോടുകൂടെ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഒന്ന് പിണങ്ങിയതൊക്കെ നന്നായി നല്ല ഉഷാറാവുക. ഒരിക്കൽ ദാവൂദ് നബി അലൈഹിസ്സലാമും അസ്രായിൽ അലൈഹിസ്സലാമും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം ദാവൂദ് നബിയോട് പറഞ്ഞു, ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ നിൽക്കുന്ന മനുഷ്യന്റെ റൂഹിനെ 3 ദിവസം കൊണ്ട് ഞാൻ പിടിക്കും. 3 ദിവസം കൊണ്ട് പിടിക്കും. ആരാ പറയണ്? അസ്രായിലാ. ഒരപ്പീലുമില്ല. അസ്രായില പറയണ ഒരു അപ്പീലുമില്ല. ദാവൂദ് നബി അലൈഹി സ്വലാം 3 ദിവസം കഴിഞ്ഞ് ഇയാളെ റൂഹ് പോകുന്നൊരു ഇങ്ങനെ കാത്തുക്കുകയാണ്. പക്ഷെ പോണില്ല. പോകാതിരുന്നപ്പം ദാവൂദ് നബി കരുതുന്ന അസ്രായിൽ ഒരു തമാശ പറഞ്ഞതേ കാരണം ഇയാളെ റൂഹ് പോയിട്ടില്ലല്ലോ. പിന്നെ അയാളെ വേദന കണ്ടു. പിന്നെ അസ്രായിൽ അലൈഹി സ്വലാമിനെ പിന്നെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങളല്ല എന്നാൾ എന്നോട് പറഞ്ഞത് അയാൾ 3 ദിവസം കൊണ്ട് മരിക്കുന്നു, ഇതുവരെ മരിച്ചില്ലല്ലോ, നിങ്ങൾ തമാശ പറഞ്ഞതാണോ? അപ്പോൾ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹി സ്വലാം പറഞ്ഞു, അല്ല ദാവൂദ് നബി, സത്യത്തിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കാൻ എല്ലാ പേപ്പർ വർക്കും ക്ലിയറായി, എമിഗ്രേഷൻ കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ അറബി വിളിച്ചിട്ട് പറഞ്ഞു, ഇജ്ജ് നാട്ടിലേക്ക് പോയിക്കോ, 4 മാസം കൂടി ലീവ് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് നമ്മളോട് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അല്ലേ? ലോഞ്ചിൽ ഇരിക്കുമ്പോൾ നമ്മൾ അറബി ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്ന് ഖത്തറിന്നോ കുവൈത്തിൽ നിന്നോ സൗദിന്നോ വിളിച്ചിട്ട് പറയാണ്, ഞാൻ അമേരിക്കയിലേക്ക് യാത്ര പോവുകയാണ്, ഈ എൻ്റെ പെരീക്കന്നെ പോയിക്കോ, ഇജ്ജ് 4 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ എനിക്ക് എൻ്റെ ശമ്പളം കണ്ട് അയച്ചു തരാം, ഈ പൊരയിൽ കുട്ടികളെ കൂട്ടത്തിൽ നിന്നോ എന്ന് പറഞ്ഞാൽ അല്ലാഹ് എത്ര സന്തോഷം ഉണ്ടാവും. എന്നതുപോലെ ഈ ലോഞ്ചിൽ, എന്നാൽ ഈ അറബി ഈ ഗഫീല്, അതിന് മേലുള്ളൊരു ഗഫീലുണ്ട്. ആ ഗഫീല് ഇയാളെ റൂഹിനെ പിടിക്കാനൊക്കെ തെർത്തീബായി നിൽക്കുമ്പോ പെട്ടെന്ന് പറഞ്ഞു, അയാളെ റൂഹ് ഇപ്പൊ പിടിക്കണ്ട, അയാളെ റൂഹിനെ 20 കൊല്ലം കഴിഞ്ഞിട്ട് പിടിച്ചാൽ മതി അസ്രായിൽ അലൈഹി സ്വലാമിനോട്. അപ്പൊ പടച്ചവനോട് ചാന്ത് അയാൾ റൂഹിനെ പിടിക്കാതിരിക്കാനുള്ള ഒരു പണി അയാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റൂഹിനെ പിടിക്കാതിരിക്കാനുള്ള ഒരു പണി അയാൾ ചെയ്തത്. എന്താണ് ആ പണി ചെയ്തത്? അയാൾ പിണങ്ങി നിന്നിരുന്ന, തെറ്റി നിന്നിരുന്ന ഒരാളോട് അങ്ങോട്ട് പോയിട്ട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പൊ അയാൾ വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി സലാം അടക്കി. അതുകൊണ്ട് പിണങ്ങി നിന്ന ഒരാളോട് സലാം പറഞ്ഞ് നന്നായപ്പോ 20 കൊല്ലത്തെ ആയുസ് കിട്ടിയത് കൊണ്ട് 8:30 വയല് നിർത്തിയ ബേ മണ്ടിക്കൂളി തെറ്റുപോലെടുത്തേക്ക് 20 കൊല്ലമാണെങ്കിൽ, അഥവാ നാളെ മരിച്ചണമെന്ന് കണക്കാക്കിക്കണമെങ്കിലോ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ തരട്ടെ. ഉണ്ടെങ്കിൽ അതിനെല്ലാവരും ഉറക്കാമയും പറയും. കാരണം എന്തുകൊണ്ട് എനിക്കുങ്ങൾക്കൊക്കെ പേടിയുള്ള കാര്യമാണ് മരണം എന്ന് പറഞ്ഞാൽ. മരണം എന്ന് പറഞ്ഞ സാധനം നമുക്കൊക്കെ പേടിയുള്ള കാര്യമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ മരിക്കുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് നന്നാവാൻ പറ്റണമൊക്കെ നന്നാവുക, കൊടുക്കാൻ പറ്റണമൊക്കെ നമ്മൾ കൊടുക്കുക. അൽഹംദുലില്ലാഹ് ജാരിയായ ധർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുക. അതിലേറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ് മദ്രസ. അൽഹംദുലില്ലാഹ് ഇവിടെ നമുക്കൊരു മദ്രസയുടെ ഒരു കെട്ടിടം പുതുതായി എടുത്ത ആ ഒരു സ്ഥലത്ത് അൽഹംദുലില്ലാഹ് നമുക്ക് നിർമ്മിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മദ്രസ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പള്ളി ഉണ്ടാക്കാൻ എല്ലാവരും മുമ്പിലാണ്. എന്നാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പള്ളിയേക്കാൾ ഏറ്റവും കൂടുതൽ കൂലിയുള്ള ഒരു കാര്യമാണ് മദ്രസ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട്? മദ്രസയിൽ നിന്ന് പഠിച്ച അലിഫ് കൊണ്ടാണ് അള്ളാഹു എന്ന് ഉച്ചരിക്കുന്നത്. മദ്രസയിൽ നിന്ന് പഠിച്ച ബാ കൊണ്ടാണ് ബിസ്മി എന്ന് ചൊല്ലുന്നത്. ബഹുവന്യരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകട്ടെ, ഉസ്താദ് അവർകൾ ഇപ്പോൾ 60 വർഷത്തോളമായി ബുഖാരി ഓതി കൊടുക്കുന്നു. ഖുർആൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥം 14,000 ചില്ലാനം വരുന്ന സഖാഫിമാരെ സമൂഹത്തിന് സമർപ്പിച്ചു. 15,000 വരുന്ന യത്തീം കുട്ടികളെ നോക്കി സമൂഹത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. 5,000 പള്ളി ഉണ്ടാക്കി, 1,600 കിണറുകൾ കുഴിച്ച്, 1000കണക്കിന് മദ്രസകൾ ആസാമിലും ബംഗാളിലും ഒക്കെ ഉണ്ടാക്കി.
ഇതൊക്കെ ഉണ്ടാക്കാൻ ഉസ്താദ് ജനങ്ങളിൽ നിന്ന് വയല് പറഞ്ഞ് പണം പിരിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഈ വയല് പറയാൻ അലിഫ് എവിടുന്നാ പഠിച്ചത്? എവിടുന്നാ? മദ്രസയിൽ നിന്ന്. ബാഗ് പഠിച്ചോടുന്ന മദ്രസയിൽ നിന്ന്. ഇന്ന് നിങ്ങളെല്ലാവരും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദി എന്ന ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട് നിസ്കാരത്തിൽ. എന്നാൽ ഇത് എവിടുന്നാ ചൊല്ലാൻ പഠിച്ചത്? മദ്രസയിൽ നിന്ന്. അപ്പോൾ ഒരാൾ പള്ളി ദർസുന്നത് പഠിക്കണ പണിയല്ല. ഈ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്. ഈ പണ്ഡിതന്മാരൊക്കെ പഠിച്ചത് മദ്രസയിൽ നിന്നാണ്. മദ്രസയിൽ നിന്നാണ് ഇത് പഠിച്ചത്. അപ്പോൾ മദ്രസ തിയറിയാണ്, പള്ളി പ്രാക്ടിക്കലാണ്. അൽഹംദുലില്ലാഹ് ഏറ്റവും വലിയ കൂലിയുള്ള കാര്യമാണ് മദ്രസ. മദ്രസ ഇല്ലായിരുന്നുവെങ്കിൽ ആസാമിലും ബംഗാളിലുമുള്ള എന്തെല്ലാം അവസ്ഥകളാണ്. അതൊന്നും എനിക്ക് വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ ഇപ്പോൾ നോർത്ത് കർണാടകയിൽ ഞാൻ പോയപ്പോൾ അവിടെ ഒരു തറ കെട്ടിയിട്ടുണ്ട്, ഈ സ്റ്റേജ് പോലെ. ഒരു മരമുണ്ട് നടുക്ക്. ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. എല്ലാവരും മുസ്ലിമോ മുസ്ലിമൊക്കെ ഒന്നിച്ച് തവാഫ് ചെയ്യാം. ഇവിടെ ഒരു ആരാധനയാണ്. അവിടെ ആർക്കും ആരാധന ആർക്കും അറിയൂല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ 2 തറയായി. ഒന്ന് മുസ്ലിമിനും ഒന്ന് അമുസ്ലിമിൻ്റെ. ഈ തറ, ഈ തവാഫ് മുസ്ലിമിൻ്റെ ആണോ അമുസ്ലിമിൻ്റെ ആണോ തിരിയാൻ ഈ മരത്തിന്റെ മുകളിൽ ചോന്ത കൊടി കെട്ടിയിട്ട് തവാഫ് ചെയ്യുകയാണെങ്കിൽ അത് അമുസ്ലിമിന്റെ തവാഫും, പച്ചക്കൊടി കെട്ടിയിട്ട് തവാഫ് ചെയ്യുകയാണെങ്കിൽ അത് മുസ്ലിമിന്റെ തവാഫുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇതാണ് അവസ്ഥ. അങ്ങനെ പച്ചക്കൊടിക്ക് തവാഫ് ചെയ്യുന്ന ഈ ആളുകളെ കണ്ടെത്തി അവര് പോകുന്ന വീട് നോക്കി അത് നോട്ട് ചെയ്ത് അത് മുസ്ലിമിന്റെ വീടാണെന്ന് മനസ്സിലാക്കി അവർക്ക് മദ്രസ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് അവസ്ഥ.